ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കടലക്കറി ആയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കടല കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാള, തക്കാളി, 2 പച്ചമുളക്. ഇതിവിടെ തന്നെ ഉണ്ടായ പച്ചമുളകാണ് കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇനി വേണ്ടത് കുറച്ച് ജീരകമാണ്. ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. കടല കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവാളയാണ്. തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിൽ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് സ്റ്റൗ കത്തിച്ച് ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. കടല വെന്ത് വരുമ്പോഴത്തേക്കും ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. ചട്ടി ഇവിടെ കിടന്നൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയും കടുകും എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നുറുക്കിയെടുക്കണം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതവിടെ കിടന്നൊന്ന് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. കടലക്കറി വെക്കാൻ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ടല്ല, എന്നെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഒരാളും കൂടി ഉണ്ട്. എൻ്റെ കാല് കൊത്തിപ്പറിച്ച് നിൽക്കുകയാണ്. ആൾക്ക് ഇതേപോലെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കണം. അതാണ് ആളുടെ ഇഷ്ടം. ആൾക്ക് കൂട്ടിലിരിക്കാനൊന്നും ഇഷ്ടമില്ല. ഇപ്പോൾ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങി നടക്കാം. നോക്കിയും കണ്ടും കാലെടുത്തില്ലെങ്കിൽ കാലിൻ്റെ ഇടയിൽ കിടന്ന് ഓടയും. ചെറിയുള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം, കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം കൂടി മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. കടല വെന്തിട്ടുണ്ട്. ഇനി ഇത് മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്നൊന്ന് കുറുകട്ടെ. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള കുറുകിയ കടലക്കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.